പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം നഗരസഭ 28ാം വാർഡ് കൗൺസിലർ സജേഷ് കൃഷ്ണയുടെ വാഹനം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഒറ്റപ്പാലം നഗരസഭ 28ാം വാർഡ് കൗൺസിലർ സജേഷ് കൃഷ്ണയുടെ വാഹനം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. സ്കൂട്ടറിന്റെ സീറ്റ്, മിറർ, മീറ്റർ ബോർഡ് എന്നിവയാണ് തകർത്തത്. ഒറ്റപ്പാലം റെയിൽവേ പാർക്കിംഗ് നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് സ്പെയർ പാർട്സുകൾ സാമൂഹിക വിരുദ്ധർ ഊരിക്കൊണ്ടുപോകുന്നതിനെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നതായി സജേഷ് കൃഷ്ണ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണോ തന്നെ ലക്ഷ്യമിട്ട് വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ വാഹനം ഇപ്പോൾ 2-3 വട്ടമായി സാമൂഹിക വിരുദ്ധകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. സീറ്റ്, ടയർ, പിന്നെ മിറർ, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നടത്തുന്ന ഇടപെടലുകൾക്കുള്ള പ്രതികാരമാണോ സംഭവത്തിന് പിന്നിലെന്നും അറിയില്ലെന്ന് സജേഷ് കൃഷ്ണ വ്യക്തമാക്കി. സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതമാണോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്ത എന്തിനു വേണ്ടിയിട്ടെന്ന് എനിക്കറിയുന്നില്ല. സംഭവത്തിൽ നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വീണ്ടും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇത്തരം സംഭവങ്ങൾ കൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്നും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിലർ സജേഷ് കൃഷ്ണ പറഞ്ഞു. അപ്പോൾ പോലീസിൽ നിലവിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. പോലീസ് ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണോ. ഇത് വിചാരിച്ചിട്ട് ഞാൻ ഇനി പൊതുപ്രവർത്തനം നിർത്താനൊന്നും പോകുന്നില്ല. വീണ്ടും ശക്തമായിട്ട് ഞാനത് കാര്യങ്ങൾ പ്രതിഷേധിക്കും.